നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ചില ഡയബറ്റീസ് സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മിക്ക ആൾക്കാർക്കും ഒരു ലക്ഷണം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ റുട്ടീൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒ.പിയിൽ വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അവർക്ക് ഡയബറ്റീസ് ഉള്ളതായിട്ടുള്ളൂ. മറ്റു ചിലർക്ക് നമ്മൾ ക്ലിനിക്കലി പഠിക്കുന്ന പോലെ പോളിഡിപ്സിയ പോളിഫേസ്, അത് അമിതമായ ദാഹം, അമിതമായ മൂത്രമൊഴിക്കൽ അല്ലെങ്കിൽ അമിതമായ വിശപ്പ്, ഇവയൊക്കെയാണ് ക്ലിനിക്കലായിട്ട് നമ്മൾ കാണുന്നത്. മറ്റു ചിലർക്ക്, എസ്പെഷ്യലി എൽഡർലി പീപ്പിൾ, വയോജന ആൾക്കാർക്ക്, അവർക്ക് ഒരു ക്ഷീണം എന്ന് പറഞ്ഞതായിട്ടായിരിക്കും നമ്മൾ ഒ.പിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവർക്ക് ഡയബറ്റീസ് ഉള്ളതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് സിംറ്റംസ് കാണത്തില്ല, മറ്റു ചിലർക്ക് ഞാൻ പറഞ്ഞ ദാഹം, വിശപ്പ് അങ്ങനെ ഉണ്ടാവും. മറ്റു ചിലർക്ക് ഒരു സിമ്പിളായിട്ടുള്ള ക്ഷീണം മാത്രമായിരിക്കും ഡയബറ്റീസിൻ്റെ ഒരു ആരംഭമായിട്ട് നമ്മൾ നോക്കുന്നത്. അഥവാ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാനുള്ള പല ബ്ലഡ് ടെസ്റ്റിലും യൂറിൻ ടെസ്റ്റിലും ഉണ്ട്. നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന ഫാസ്റ്റിങ്ങിൽ ഷുഗർ ടെസ്റ്റ്, ബ്ലഡിൻ്റെ ക്രിയാറ്റിൻ അഥവാ കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കും. യൂറിൻ പരിശോധന നമ്മൾ നോക്കും, യൂറിൽ എത്രത്തോളം മധുരമുണ്ടെന്ന് നോക്കാനായിട്ട് യൂറിൻ ടെസ്റ്റുകൾ, അങ്ങനെ പല ടെസ്റ്റുകൾ. പിന്നെ 3 മാസത്തെ ആവറേജ് HbA1c, ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഡയബറ്റീസിന് ചെക്കപ്പായിട്ട് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് അഥവാ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം നിങ്ങളുടെ കൺട്രോൾ ഉണ്ടെന്നോ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും.